വെൽക്കം ടു നിഷ സ്പൈസസ്. ഇന്നത്തെ ഡിഷ് ഒരു ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പിയാണ്, ചിക്കൻ കേക്ക്. ചിക്കൻ കേക്ക് എന്ന് കേട്ട് വലിയ പാടായിരിക്കുന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഞാനിത് നോർമൽ ഒരു സോസ് പാനില് സ്റ്റൗ ടോപ്പിൽ വെച്ച് തന്നെ ബേക്ക് ചെയ്ത് ഓവനും ബീറ്ററും ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് പകൽ ഫാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. രാവിലെ ചിക്കനൊക്കെ വേവിക്കുകയാണെങ്കിൽ ഒട്ടും സമയം എടുക്കത്തില്ല, ബേക്കിംഗ് ടൈം മാത്രം എടുക്കത്തുള്ളൂ. ഇഫ്താറായിട്ട് മാത്രമല്ല കേട്ടോ, ഡിന്നറിനും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് തന്നെ അറിയിക്കുക. ചാനല് പുതിയതായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എങ്ങനെയാണെന്ന് കാണാം. ചിക്കൻ കേക്കിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചിക്കൻ ഒന്ന് വേവിച്ച് വെക്കുകയാണ്. ഞാനിപ്പം 250 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ ബ്രസ്റ്റ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, ബോണോടുകൂടിയ ചിക്കൻ ആയാലും കുഴപ്പമൊന്നുമില്ല. അത് ബോണങ്ങ് അടർത്തി മാറ്റിയാൽ മതി വെന്ത് കഴിഞ്ഞിട്ട്. അത് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ജസ്റ്റ് ഭയങ്കര ക്രഷ്ഡ് ആവരുത്, ഒരു തരിയായിട്ട് ഒന്ന് കട്ട്ലറ്റിനൊക്കെ പൊടിച്ചെടുക്കുന്ന പോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ചിക്കൻ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മസാല ഒന്ന് പ്രിപ്പയർ ചെയ്യാം. അതിനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് ഏകദേശം 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. പാൻ നല്ല ചൂടായി കിടക്കും. അപ്പൊ വെജിറ്റബിൾ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ സവോളയും കൂടെ ചേർക്കാം. ഇത് 2 സവോള കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്, നല്ല പൊടിയായിട്ട് അരിയണേ. ഇനി ഈ സവോളയും ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ നന്നായിട്ട് ഒന്ന് മൂക്കുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി ഡാർക്ക് ബ്രൗൺ കളറൊന്നും ആവണ്ട, എന്നാലും ഒരുവിധം ഒന്ന് മൂത്ത് വരണം. ഇത് വേഗം മൂക്കാനായിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഓൾറെഡി ഉപ്പ് ചേർത്താൽ വേവിച്ചേക്കുന്നത്, അതുകൊണ്ട് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഏകദേശം ഒരു ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇതിനി മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ വഴറ്റിയെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത്, മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഇത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഞാൻ ഇപ്പൊ ചേർക്കുന്നില്ല, ചിക്കൻ വേവിക്കാൻ നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്താണല്ലോ വേവിച്ചത്, അതുകൊണ്ട് ഇപ്പൊ ചേർക്കുന്നില്ല. മുളക് പൊടി ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. മുളക് പൊടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയും 1 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. ടൊമാറ്റോ ഇനി നന്നായിട്ട് വഴഞ്ഞു വരണം. ഒത്തിരി ക്രഷായി പേസ്റ്റ് ഒന്നും ആവണ്ട, എന്നാലും ടൊമാറ്റോ ഒന്ന് വെന്ത് വരണം. ടൊമാറ്റോ 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വഴറ്റിയുള്ളൂ. ഇനി നമുക്ക് പൊടിച്ചു വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കാം. ചിക്കൻ ഒരു 2-3 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഗരം മസാലയാണ്. ഗരം മസാല 1/2 ടീസ്പൂൺ ആണ്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഇതും 1/2 ടീസ്പൂൺ ആണ്. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ലാസ്റ്റ് ചേർക്കുമ്പോൾ അതിന്റെ മണം നന്നായിട്ട് അതിൽ നിൽക്കും. ആദ്യമേ ചേർത്താൽ അതൊന്ന് വഴറ്റ് ചേർത്തേ ഉള്ളൂ. ലാസ്റ്റ് നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു മണം കിട്ടത്തില്ല, മണവും അതിന്റെ ഒരു ടേസ്റ്റും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർക്കുന്നത്. ഗരം മസാല ഞാൻ പൊടിക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്, ഓൾറെഡി റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് പൊടിച്ചു വെക്കുകയാണെങ്കിൽ ആദ്യമേ ചേർത്ത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ലാസ്റ്റ് ചേർത്താൽ മതി. നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന മസാലയൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇനി ചേർക്കാൻ പോകുന്നത് മല്ലിയിലയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ചേർക്കുക. ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഇപ്പൊ ചേർക്കുക. ബാക്കി നമുക്ക് ലാസ്റ്റ് ചിക്കൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇതൊന്ന് മാറ്റി വെക്കുക. കേക്കിന്റെ ബാറ്റർ ഉണ്ടാക്കാൻ തുടങ്ങുന്ന മുമ്പേ നമുക്കിത് പ്രീഹീറ്റ് ചെയ്യാനുള്ള പാത്രങ്ങൾ ഒന്ന് റെഡിയാക്കി വെക്കാം. ഇപ്പൊ ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു നോൺ സ്റ്റിക് പാൻ വെച്ചേക്കുക. അതിന്റെ പുറത്തോട്ട് ഇങ്ങനത്തെ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാത്രം, ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ചേക്കുന്നത്. ഇത് പ്രഷർ കുക്കറിലും ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാൻ നോൺ സ്റ്റിക്ക് പാത്രം എടുത്തേക്കുന്നത് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇളക്കി വരാന്. പക്ഷെ ഞാൻ പ്രഷർ കുക്കറിലും ട്രൈ ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇങ്ങനത്തെ ഈ ഷേപ്പിലുള്ള നോൺ സ്റ്റിക്ക് പാത്രം ഇല്ലാത്തവർ പ്രഷർ കുക്കറിൽ ചെയ്താലും മതി. പാൻ ഇപ്പൊ മീഡിയം ഹീറ്റിലാണ് വെച്ചേക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഹീറ്റിലോട്ട് ഞാൻ മാറ്റുക. ഏകദേശം 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. ഇതൊന്ന് ഗ്രീസ് ചെയ്താലാണ്. അത് കൈവച്ചോ ഒരു ബ്രഷ് വെച്ചോ എല്ലായിടത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. സൈഡിലും ഒക്കെ നന്നായിട്ട് ചെയ്യണേ. ഇനി ഇത്
അടച്ചു വെച്ച് നമ്മൾ ബാറ്റർ തയ്യാറാക്കുന്ന സമയം ഏകദേശം ഒരു 10 മിനിറ്റ് കാണും. ഒന്ന് മീഡിയം ഹീറ്റിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. കേക്കിന്റെ ബാറ്ററിന് വേണ്ടി ആദ്യം ചെയ്യേണ്ടത് 1 കപ്പ് ഗോതമ്പ് പൊടി ആട്ട, അതും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഒന്ന് അരിപ്പയെ കൂടെ ഒന്ന് ഇടഞ്ഞു വെക്കണം. നല്ലതായിട്ട് സീവ് ചെയ്താലേ നമ്മുടെ കേക്ക് സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഇതിന് മൈദ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ചുകൂടെ ഹെൽത്തി ആക്കാനാണ് ഗോതമ്പ് എടുത്തേക്കുന്നത്. അങ്ങനെ മൈദ വിരോധം ഇല്ലാത്തവർക്ക് മൈദ യൂസ് ചെയ്യാം, കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് വരും. എന്നാലും ഗോതമ്പ് എടുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇതിനി മാറ്റി വെക്കാം. മിക്സിയുടെ ഒരു വലിയ ജാർ എടുക്കുക, അതിലോട്ട് 2 മുട്ട പൊട്ടിച്ചിടുക. മുട്ട ഞാൻ കേക്കിനൊക്കെ എപ്പോഴും പറയുന്ന പോലെ റൂം ടെമ്പറേച്ചർ ആയിരിക്കണം കേട്ടോ, തണുത്ത മുട്ട എടുക്കല്ലേ. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. മെഷർമെന്റ് ശ്രദ്ധിച്ചോണം കേട്ടോ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയേക്കാം, എന്നാലും പറയുകയാണ്. 1 കപ്പ് ഗോതമ്പിനും 2 മുട്ടയ്ക്കും 1/2 കപ്പ് ഓയിലാണ്. ഇതിനി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ. മുട്ട ഓയിലും കൂടെ കണ്ടില്ലേ, നല്ലപോലെ പതഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്താലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഏകദേശം 1 മിനിറ്റോളം നന്നായിട്ട് മിക്സിയിലിട്ട് സെക്കൻഡ് സ്പീഡിൽ അടിച്ചെടുത്തതാണിത്. ബീറ്റ് ചെയ്തെടുത്ത മുട്ട ഞാനൊരു ബൗളിലോട്ട് ആക്കുക. മുട്ടയും എണ്ണയും കൂടെ ബീറ്റ് ചെയ്തെടുത്ത് ഒരു ബൗളിലോട്ട് ആക്കുകയാണ്. ഇതിലോട്ട് നമ്മള് സീവ് ചെയ്ത് വെച്ചിരുന്ന ആട്ട കുറച്ച് കുറച്ചായിട്ട് ഇടുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബീറ്റർ വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇത് ഹാൻഡ് ബീറ്റർ ആണ് കേട്ടോ, ഇവിടെ നോർമൽ വിസ്ക്. ചേർക്കാനുള്ളത് 1 കപ്പ് പാലാണ്. ഇതും റൂം ടെമ്പറേച്ചറിൽ ഉള്ള പാലായിരിക്കണം, ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ചേർക്കരുത്. 1 കപ്പ് പാലിന്റെ പകുതി ചേർക്കുക. ഞാൻ ആട്ടയും മുഴുവൻ ചേർത്തിട്ടില്ല, പകുതിയെ ചേർത്തിട്ടുള്ളൂ. 1 കപ്പ് പാലിന്റെ പകുതി ചേർക്കുക. ഇതിങ്ങനെ നന്നായിട്ട് ഒന്ന് വിസ്ക് ചെയ്ത് കൊടുക്കുക. ലംസ് ഒന്നുമില്ല, നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം, അത്രേ ഉള്ളൂ കാര്യം. വീണ്ടും ബാക്കി പകുതി ഗോതമ്പ് മാവും കൂടെ ചേർക്കുക. ഗോതമ്പ് മാവും ബേക്കിംഗ് പൗഡറും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അത്. ബാക്കി പാലും കൂടെ ചേർക്കാം. പാല് 1 കപ്പാണ്. ബാറ്റർ ശരിക്കും ഇത്രേ ഉള്ളൂ. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് ലംസ് ഒന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ഈ ബാറ്ററിൽ നമ്മൾ മധുരം ഒന്നും ചേർത്തിട്ടില്ല, അതിന് പകരം നമുക്ക് ഉപ്പാണ് ചേർക്കേണ്ടത്. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക കേട്ടോ. ഈ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ പാത്രത്തിലോട്ട് ഇത് ഒഴിക്കാം. പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്ന പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം നല്ല ഏറ്റവും ലോയിലാക്കുക, സിമ്പിളാക്കുക. നമുക്ക് ബാറ്റർ ഒഴിക്കാം. ലോയിലാക്കിയിട്ടേ ഒഴിക്കാവോ കേട്ടോ. ബാറ്ററിന്റെ പകുതിയോളം ഒഴിക്കുക. ഇതൊന്ന് ചുറ്റിച്ചൊന്ന് സ്പ്രെഡ് ചെയ്യുക. ഇനി നമുക്ക് ചിക്കൻ ഫില്ലിംഗ് ഇടാം. ഒത്തിരി സൈഡിലോട്ട് ഇടരുത് കേട്ടോ, നടുക്ക് ഭാഗത്തോട്ട് ഇടുക. ആ റൗണ്ട് എഡ്ജസ് അങ്ങ് ഒഴിവാക്കുക. കേക്ക് ഫില്ലിംഗ് ഇട്ട് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി എല്ലായിടത്തും ഒരേപോലെ ഒന്ന് ആക്കി വെക്കുക, അവിടെ ഇവിടെ ആയിട്ട് ഇരിക്കാതെ. ഇനി നമുക്ക് ബാക്കി ബാറ്ററും കൂടെ അങ്ങ് ഒഴിക്കാം. ചുറ്റിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, എല്ലായിടത്തും ആകത്തൊക്കെ ഇടം ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഒന്നുകൂടെ ചുറ്റിച്ച് ഇതൊന്ന് ലെവലാക്കണേ. ഇനി നമുക്ക് മുകളില് കുറച്ച് മല്ലിയില വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി ഞാൻ ഇടാൻ പോകുന്നത് ക്യാപ്സിക്കം റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് ക്യാപ്സിക്കം തന്നെ വേണമെന്നൊന്നുമില്ല, ടൊമാറ്റോ ഇടാം, എന്ത് വേണമെങ്കിലും ഇടാം. ടൊമാറ്റോ ക്യാപ്സിക്കം എന്ത് വേണമെങ്കിലും ടൊമാറ്റോ ക്യാപ്സിക്കം ഇടാം. അത് ഇഷ്ടമുള്ള കളർ ഇടാം. ഞാനിപ്പോ ഒരു ഭംഗിക്ക് വേണ്ടി ഗ്രീൻ കളർ അല്ലേ മല്ലിയില, അതുകൊണ്ട് റെഡ് കളർ ക്യാപ്സിക്കം എടുത്തതേ ഉള്ളൂ. ഗ്രീൻ കളർ ക്യാപ്സിക്കം എടുത്താലും മതി.
ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ക്യാപ്സിക്കം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം. 30 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യേണ്ടത്. 30 to 35 മിനിറ്റ്സ് ഈ സിമ്മിൽ തന്നെ ഇട്ട് വേണം കേട്ടോ ബേക്ക് ചെയ്യാനായിട്ട്. ഇടയ്ക്ക് തുറന്ന് നോക്കരുത്. 30 മിനിറ്റ്സ് കഴിഞ്ഞ് തുറന്ന് നോക്കാവും. നമ്മുടെ ചിക്കൻ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് കറക്റ്റ് 40 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഒരു സ്ക്വയർ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. കണ്ടില്ലേ, നല്ല ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സിമ്മില് 40 മിനിറ്റ്സ് ആണ് വെച്ചത് കേട്ടോ ടോട്ടല്. പിന്നെ നിങ്ങളുടെ പാത്രത്തിന്റെ സൈസൊക്കെ അനുസരിച്ച് ചിലപ്പോൾ ടൈം അങ്ങോട്ടോ കൂടിയെന്നോ ഒരു 5 മിനിറ്റ് കൂടിയെന്നോ കുറഞ്ഞെന്നൊക്കെ വരും. അത് ആ പാത്രത്തിന്റെ സൈസ് അനുസരിച്ചിരിക്കും. ഇതിനെയും ഈ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കണം. തണുക്കാനായിട്ട് വെച്ചിട്ട് നമുക്ക് ഡിമോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ നിന്നൊക്കെ മാറ്റി പുറത്ത് വെച്ചിട്ട് വേണം വെയിറ്റ് ചെയ്യാനായിട്ട്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. ചിക്കൻ കേക്ക് കണ്ടില്ലേ, സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് ഇപ്പോഴേ വിട്ട് വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അത് നോൺ സ്റ്റിക്കിൽ വെച്ചോണ്ടാണ് കേട്ടോ ഇത്ര പെട്ടെന്ന് വിട്ട് വന്നത്. പ്രഷർ കുക്കർ ആണെങ്കിൽ ഇങ്ങനെ വിട്ട് ഭയങ്കര എളുപ്പത്തിൽ വരത്തില്ല. ഒരു 10-20-25 മിനിറ്റ് എടുക്കുമെന്ന് സെറ്റായി വരാനായിട്ട്, ഒന്ന് ഇളക്കി എടുക്കാനായിട്ട്. അതുകൊണ്ട് പ്രഷർ കുക്കറിലാണ് വെക്കുന്നെങ്കിൽ 15 മിനിറ്റ് എടുക്കരുത്. അരമണിക്കൂർ മിനിമം വെയിറ്റ് ചെയ്തിട്ട് ഡീമോൾഡ് ചെയ്യാൻ ശ്രമിക്കാവൂ. ഇതിപ്പോ നമുക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്യാം. കണ്ടില്ലേ, ബാക്ക് ഒന്നും കരിയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നത് കണ്ടല്ലോ. ഇനിയും തിരിച്ച് മറ്റേ സൈഡിലെ നമ്മൾ ഗാർണിഷ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് ആ സൈഡ് വെച്ച് നമുക്ക് വെക്കാം. അങ്ങനെ നല്ല ഭംഗിയായിട്ട് ഒരു ചിക്കൻ കേക്ക് കണ്ടല്ലോ. ഇത് എന്റെ അകം ഒന്ന് കാണണ്ടേ, ഞാൻ മുറിച്ച് കാണിക്കാം. നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. നമ്മൾ മൈദയ്ക്ക് പകരം വീറ്റ് ഫ്ലോർ ഇട്ടാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നല്ല ധൈര്യമായിട്ട് കഴിക്കാം. ഡിന്നറിനോ സ്നാക്സിനോ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് ഡിന്നറിനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത്ര ഹെവി സ്നാക്സ് ഒന്നും കഴിക്കുന്നില്ല, ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ 3 പേർക്ക് കറക്റ്റ് ആയിരിക്കും. 4-5 പേരുള്ള ഫാമിലി ആണെങ്കിൽ ഈ ഗോതമ്പ് മാവും പാലും മാത്രം ഇച്ചിരി കൂട്ടിയാൽ മതി. ഇപ്പൊ 1 കപ്പ് ഉള്ളത് ഗോതമ്പും പാലും നമ്മൾ ഓരോ കപ്പ് വീതം എടുത്തേക്കുന്നത്. അത് ഒരു 1.5 കപ്പ് ആക്കിയാലും കുഴപ്പമില്ല കേട്ടോ. എണ്ണയിൽ 1/2 കപ്പിന് വരെ 3/4 കപ്പ് എടുക്കുക. എല്ലാം ആ പ്രപ്പോർഷൻ അനുസരിച്ച് ഒന്ന് കൂട്ടുക. കണ്ടില്ലേ, ഇതിന്റെ അകം കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കുന്നത്. അകത്ത് ആ ചിക്കൻ ഫില്ലിങ്ങും പുറത്ത് ആ കോട്ടിങ്ങും ആയിട്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത പ്രാവശ്യം നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ.